Hi friends, I am Bimal Bhanu. Welcome back to my channel Taste of Pravasi. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കണോട് ഞെക്കിക്കോളൂ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല നാടൻ ഞണ്ട് കറിയാണ്. അത് ഷാപ്പ് സ്റ്റൈലിലാണ് ചെയ്യുന്നത്. നല്ല സ്പൈസിയാണ്. എരിവ് കുറവ് വേണ്ടവർക്ക് പച്ചമുളകോ കുരുമുളകോ കുറച്ചാൽ മതി. പക്ഷേ നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നര കിലോയോളം ഞണ്ടാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ വയറുഭാഗത്തുള്ള ത്രികോണാകൃതിയിൽ കാണുന്നില്ലേ, ആ ഭാഗത്തെ പിടിച്ച് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയെടുത്താൽ മതി. വളരെ എളുപ്പമാണ് വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ അത് പൊളിച്ചെടുത്ത ശേഷം അതിനകത്തുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് സൈഡിൽ കുറച്ച് പൂ പോലെ കുറേ സാധനങ്ങളുണ്ടാവും, അതും എല്ലാം പിച്ചെടുത്ത് കളയണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് 4 ഞണ്ടോളം ഉണ്ട്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കറി വയ്ക്കാനുള്ള മസാലകൾ തയ്യാറാക്കാം. മീഡിയം സൈസ് 3 സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, 6 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും. ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അരമുറി തേങ്ങയോളം കാണും. പക്ഷേ പാക്കറ്റ് മേടിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഫ്രഷ് തേങ്ങ വാങ്ങിച്ച് പൊട്ടിച്ച് തിരികെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലപോലെ പാല് കിട്ടും. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം പിഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് തീരെ കുറവാണ് കിട്ടുന്നത്. അടുത്തതായിട്ട് കറി വയ്ക്കാനായിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് ഈ പരുവാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് നല്ല ഒരു ബ്രൗൺ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് തക്കാളി നന്നായി ഉടച്ച് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ആഡ് ചെയ്യാം. ആദ്യമായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ആഡ് ചെയ്താലും മതി. എരിവിൻ്റെ അനുസരിച്ച് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3-4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ ഗരം മസാല പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഇത് മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ശേഷം ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലകളെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് ആദ്യം ചേർക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ഞണ്ടിട്ട ശേഷം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് കൂടി നോക്കാം. ഉപ്പ് കുറവെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമ്മുടെ ഞണ്ട് ആഡ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമുക്കിത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ഫുള്ളായിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാലൊക്കെ ഇളക്കിയെടുത്ത് നടുവിൽ 2ആയിട്ട് മുറിച്ച് വേണമെങ്കിലും ഇടാം. പാത്രത്തിൽ ഇത് കൊള്ളാൻ ഈസി ആയിരിക്കും അന്നേരം. ഇതിപ്പോൾ ഞാനൊരു പ്രസൻറ്റേഷനായിട്ട് ഫുള്ളായിട്ട് ഇടുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുറിച്ചിട്ടും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മുടെ ഈ ഗ്രേവി ഇതിലേക്കെല്ലാം ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം.
അതിനുശേഷം നമുക്കിത് ഒരു 5 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള ഗ്രേവിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പം ഉപ്പേരി നല്ലതായിട്ട് അതിൽ പിടിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ സമയമായി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റോളം അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ച നമ്മുടെ ഞണ്ട് കറിയിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷാപ്പിലെ ഞണ്ട് കറി റെഡിയാണ്. ഇതിൻ്റെ ഗ്രേവി നമുക്ക് ഒട്ടും കളയാനേ തോന്നില്ല. നല്ല ടേസ്റ്റിയാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ല കിടിലൻ ഞണ്ട് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ഞെക്കിക്കോളൂ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.